നമസ്കാരം. സ്പിരിച്വൽ അനാറ്റമി സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഹൃദയമണ്ഡലത്തിൻ്റെ ഡിസ്കഷൻ കംപ്ലീറ്റ് ആക്കി. ഹാർട്ട് റീജിയനിൽ എർത്ത് പോയിൻ്റ്, പിന്നെ ആത്മ പോയിൻ്റ്, ഈതർ പോയിൻ്റ്, പിന്നെ ഫയർ പോയിൻ്റ്, വാട്ടർ പോയിൻ്റ്, എയർ പോയിൻ്റ്. ഇതാണ് 5 പഞ്ചഭൂതങ്ങൾ എന്ന് പറയും. പഞ്ചഭൂതങ്ങളുടെ ഈ ഒരു സൈക്കിള് നമ്മൾ എങ്ങനെയാണ് അതിലൂടെ കടന്നു പോകുമ്പോൾ ശരിക്കുള്ള അറിവോടെ കടന്നു പോകുക. അപ്പോൾ ഓരോ ചക്രത്തിൽ കടന്നു പോകുമ്പോഴും അതിൻ്റെ ശരിയായിട്ടുള്ള അറിവ് നേടിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതാണ് ഈ മെഡിറ്റേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഫസ്റ്റ് പോയിന്റിൽ എർത്തിൻ്റെ സ്വഭാവം, അതായത് കണ്ടെൻമെൻറ്റ്, സംതൃപ്തി. സെക്കൻഡ് പോയിൻ്റ് ആത്മാ പോയിൻ്റ്, ഈതർ എലിമെൻറ്റ്, അവിടെ ശാന്തത. മൂന്നാമത്തെ പോയിൻ്റ് ഫയർ എലിമെൻറ്റ്, സ്നേഹം. നാലാമത്തെ പോയിൻ്റ് വാട്ടർ എലിമെൻറ്റ്, ധൈര്യം, കറേജ്. അഞ്ചാമത്തെ പോയിൻ്റ് എയർ എലിമെൻറ്റ്, വിവേകബോധം. അപ്പോൾ ഈ 4 പോയിൻ്റ് കടന്നു പോകുമ്പോഴാണ് വിവേകബോധത്തിലെത്തുന്നത്. വിവേകം എന്ന് പറയുമ്പോൾ നിത്യവും അനിത്യവും തമ്മിലുള്ള ഡിഫറൻസ്. എന്താണ് അനിത്യം? ഈ ലോകം അനിത്യമാണെന്ന് നമ്മൾ പറയും, പക്ഷേ നമുക്കത് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ല തോന്നുന്നത്. ഇത് നിത്യമാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഡയറക്ഷൻ മാറുന്നു. നമ്മൾ എന്ത് പ്രവൃത്തി പുറത്ത് ചെയ്യുമ്പോഴും ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ മനസ്സ് എവിടെയാണ് നിൽക്കുന്നത് അതിനെ പറ്റിയിട്ട് നമുക്കൊരു ബോധം ഉണ്ടാവും. അപ്പോൾ അതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പ്രവൃത്തിയും ചെയ്യാം, ഒരു വ്യത്യാസമില്ല. പക്ഷേ നമ്മളുടെ മനസ്സ് ഉയരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ സ്പിരിച്വലാവുന്നത്. ഈ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടവൻ എന്താണ് നേട്ടം എന്ന് ജീസസ് ക്രൈസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു സാധാരണ വ്യക്തിയും ഒരു സ്പിരിച്വലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെയും വ്യത്യാസം. നമ്മളുടെ ഉള്ളിൽ ഞാനെന്നുള്ള ആ ബോധം അത് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഞാൻ കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഒരു എക്സ്പാൻഷൻ എന്ന് പറയും, എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ് ഒക്കെ പറയും. ഇപ്പോൾ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടി ഒരു കാര്യം മനസ്സിലാകുന്നു. ഒരു കുട്ടി കളിപ്പാട്ടത്തിന് വേണ്ടി തല്ലി പിടിക്കുന്നു. വലിയ ആൾക്കാർ കാണുമ്പോൾ ചിരി വരും. നമ്മൾ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. നമ്മൾ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളോ പൈസയുടെ പ്രശ്നങ്ങളോ ബാങ്കിൻ്റെ പ്രശ്നം ഇങ്ങനെയൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. കുട്ടികളെന്താ ബലൂൺ വേണം, അതിൻ്റെ ഇടയിൽ അവർ അതിന് വേണ്ടി വാശി പിടിക്കും. അപ്പോൾ നമുക്ക് തോന്നും എന്തിനാണ് ഈ ബലൂൺ, ഞാൻ വേറെ ബലൂൺ വാങ്ങിത്തരാമല്ലോ. കാരണം നമ്മൾ കുറച്ചുകൂടി ഉയർന്നു. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ, നമ്മൾ ഈ സ്ഥലത്തിൻ്റെ കാര്യത്തിലും സ്വത്തിൻ്റെ കാര്യത്തിൽ തല്ലുപിടിക്കുമ്പോൾ നമ്മളെക്കാളും ഉയർന്നിരിക്കുന്ന ആൾക്കാർ ചോദിക്കും എന്തിനാണ് ഇതിനൊക്കെ തല്ലുപിടിക്കുന്നത്, ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, നാളെ ഇല്ലാണ്ടായി മാറും. അപ്പോൾ നമുക്ക് സ്നേഹത്തിൽ ജീവിക്കണ്ടേ. അപ്പോൾ സ്നേഹത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ജീവിതം, അതാണ് സ്പിരിച്വാലിറ്റിൻ്റെ അടിസ്ഥാനം. നമ്മൾ നിസ്വാർത്ഥമായിട്ട് ജീവിക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഹാർമണിയും സ്നേഹവും സമാധാനവും ഉണ്ടാകുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. 2 ആൾക്കാർ അതിർത്തി തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിർത്തി തർക്കത്തിൽ ചിലപ്പോൾ 1 സെൻറ്റ് ഭൂമി നമുക്ക് കിട്ടാം, 1 സെൻറ്റ് ഭൂമി അയാൾക്ക് കിട്ടാം. കോടതിയിൽ പോയിട്ട് ചില 10 കൊല്ലം 20 കൊല്ലമൊക്കെ വാദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ജയിക്കുമായിരിക്കും. പക്ഷേ 20 കൊല്ലത്തെ ഈ ഒരു സമയത്ത് ടെൻഷനായി അവർ തമ്മിൽ റിലേഷൻ ഇല്ലാണ്ടായി, ഫാമിലിയിൽ തന്നെ റിലേഷൻസ് സ്പ്ലിറ്റായി പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും മരിക്കും. അപ്പോൾ എന്താണ് നേടിയത്? ഒരു നേട്ടവുമില്ല. മനസമാധാനം ഇല്ലാത്ത കുറേ വർഷങ്ങൾ. നേരെ മറിച്ച് ആദ്യത്തെ സമയത്ത് തന്നെ അത് വിട്ടുകൊടുക്കുക. ഇപ്പോൾ കുട്ടിയും നമ്മൾ തമ്മിൽ ക്യാരം ബോർഡ് കളിക്കാമെന്ന് വെച്ചോ. അപ്പോൾ ക്യാരം ബോർഡ് കളിക്കുമ്പോൾ കുട്ടീനെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ കുട്ടി തോറ്റിച്ച് കുട്ടി കരയും. കുട്ടി കരഞ്ഞ് നമുക്ക് സങ്കടവും. അപ്പോൾ നമ്മൾ കുട്ടി ജയിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം, അല്ലേ? അച്ഛനമ്മയ്ക്ക് കുട്ടി ജയിക്കാനാണ് ആഗ്രഹം. കുട്ടിക്ക് വേണ്ടി തോറ്റു കൊടുക്കും. അതൊരു ചെറിയ ഉദാഹരണമാണ്. ഇതുപോലെ തന്നെ വലിയ ലൈഫിലും നമ്മൾ വലുതെന്ന് പറയുന്ന ജീവിതത്തിൽ തോറ്റു കൊടുക്കുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. ഈ ഒരു തിരിച്ചറിവ് വളരെ ലേറ്റായിട്ടേ നമുക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ സ്പിരിച്വൽ ട്രാവൽ, അനിത്യമായിട്ടുള്ള ഈ ലോകത്തിനെ വിട്ട് നിത്യമായിട്ടുള്ള സ്നേഹത്തിലേക്കുള്ള യാത്ര. സ്നേഹമാണ് എപ്പോഴും നിത്യമായിട്ടുള്ളത്. ആ തിരിച്ചറിവാണ് നമ്മൾ ഹാർട്ട് റീജിയണിൽ നിന്ന് കടക്കുന്നത്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് ഹൃദയമണ്ഡലത്തിൽ നിന്ന് കടക്കാൻ പോകുന്നത് മനോമണ്ഡലത്തിലേക്കാണ്. അതിൽ ബ്രഹ്മാണ്ഡ മണ്ഡലമുണ്ട്, പരബ്രഹ്മാണ്ഡ മണ്ഡലമുണ്ട്, കേന്ദ്രമണ്ഡലം, ഇങ്ങനെയുള്ള ലെവൽസ്. കേന്ദ്രമണ്ഡലം എന്ന് പറഞ്ഞാൽ ഡിവൈനായിട്ടുള്ള സാമ്രാജ്യം, ഈശ്വരൻ്റെ സാമ്രാജ്യമാണ്. ആ ബ്രഹ്മാണ്ഡ മണ്ഡലിൻ്റെ മൈൻഡ് റീജിയൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ആജ്ഞാചക്രം, 6th പോയിൻ്റ് എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൻ്റെ പവർ ഹൗസ് എന്ന് പറയും. ഇപ്പോൾ സയൻസ് പറയുന്നുണ്ട് മാറ്ററിനെ എനർജിയാക്കി മാറ്റാം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നുണ്ട് E=mc². പ്രസിദ്ധമായിട്ടുള്ള ഇക്വേഷനാണ്. മാറ്റർ ലൈറ്റിൻ്റെ വേഗതയുടെ സ്ക്വയർ സഞ്ചരിച്ച എനർജിയായിട്ട് മാറും. അപ്പോൾ എനർജിയായിട്ട് പരിവർത്തനം ചെയ്യുന്ന ഒരു കാര്യം. ഈ എനർജി ലോവർ സ്പീഡിൽ ഫ്രീക്വൻസിയിൽ പോകുമ്പോൾ അത് മാറ്ററായിട്ട് മാറും. എനർജി വേഗതയിൽ ഫ്രീക്വൻസിയിൽ പോകുമ്പോൾ അത് മനസ്സായിട്ട് മാറും. മനസ്സ് തന്നെയാണ്
കൂടുതൽ ലോവർ തലത്തിലേക്ക് പോകുമ്പോൾ എനർജി ആയിട്ട് മാറും. അതിന് തോട്ട് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇത് പ്രവേശന ദ്വാരം എന്ന് പറയും, കവാടം എന്ന് പറയും, പവർ സെൻറ്ററാണ്. അപ്പോൾ പണ്ട് കാലത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഇവിടെയായിരുന്നു, ആജ്ഞാചക്രത്തിലാണ്. ഇപ്പോൾ ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭ്രുവോർ മധ്യേ ധ്യാനിക്കണമെന്ന് പറയുന്നുണ്ട് അർജുനനോട്. കാരണം അന്ന് യുദ്ധം ചെയ്യേണ്ട കാലമായിരുന്നു, അത് യുദ്ധത്തിൻ്റെ സമയമായിരുന്നു, പവർ ഉപയോഗിക്കേണ്ട സമയമായിരുന്നു. ഇപ്പോൾ നമുക്ക് യുദ്ധമൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഇപ്പോൾ ആജ്ഞാചക്രത്തിൽ ധ്യാനിക്കേണ്ട ആവശ്യമില്ല എന്നാണ് മാസ്റ്റർ. നമ്മൾ സ്നേഹത്തിൻ്റെ കേന്ദ്രം, ഹൃദയമാണ് സ്നേഹത്തിൻ്റെ കേന്ദ്രം, അവിടെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമ്മുടെ മനസ്സിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ ഹൃദയമണ്ഡലം കടന്നിട്ട് നമ്മൾ ഈ പവർ പോയിൻ്റ് ആജ്ഞാചക്രം കടക്കുമ്പോൾ നമുക്ക് ചില ക്വാളിറ്റീസൊക്കെ വന്നു ചേരും ഓട്ടോമാറ്റിക്. അല്ലെങ്കിൽ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫിഷ്നെസ്, നമ്മുടെ സ്വാർത്ഥത കുറഞ്ഞിട്ടുണ്ടാവും. സ്വാർത്ഥനായിട്ടുള്ള ഒരാൾക്ക് മനോമണ്ഡലത്തിലേക്ക്, ഡിവൈനായിട്ടുള്ള ലോകത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കിണറ്റിൽ കിടക്കുന്ന തവളകളെ പറ്റി പറയും. ഒരു കിണറ്റിലൊരു കിണറ്റ് തവള ജീവിച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസം കടലിൽ നിന്ന് വന്നൊരു തവള അതിൽ വന്ന് വീണു എന്നാണ് കഥ. അപ്പോൾ കിണറ്റിൽ കിടക്കുന്ന തവള കടലിലുള്ള തവളയോട് ചോദിക്കുക, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തവളയാണ് നിന്നെ പോലെ, നീ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കടലിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഈ കടൽ എന്ന് ചോദിച്ചാൽ പറഞ്ഞു കടൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ജലാശയം. അപ്പോൾ ഈ കിണറ്റിനേക്കാൾ വലിപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഈ കിണറും കടലും തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യുക എന്ന് ഈ കടലിൽ നിന്ന് തവള ചെയ്യും. കടൽ നീ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ കിടറ്റി കിടക്കുന്ന തവളയ്ക്ക് ദേഷ്യം വരും, നീ പറയുന്നത് വെറും നുണയാണ്, കടന്നു പോകുന്നത്. അങ്ങനെ തവളേനെ ആട്ടിപ്പായിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്ഥിതി. നമ്മൾ വിചാരിക്കും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഭയങ്കര പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ. കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കുമ്പോൾ അത് പ്രധാനമല്ലാണ്ടായിട്ട് മാറുകയാണ്. നമ്മൾ കുട്ടിക്കാലത്ത് നേരത്തെ പറഞ്ഞ തല്ലി പിടിച്ചിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും. എന്തിനാണെന്ന് മിണ്ടാണ്ടിരുന്നത്, എന്തിനാണ് തല്ലി പിടിച്ചത്? കാരണം അത് നമ്മൾ അതിനേക്കാളും വലിയ ലെവലിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഉണ്ട്. നമ്മൾ ഓരോ ലെവൽസും കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങളോടും ഒരു സമഭാവം വരാൻ തുടങ്ങും. നമുക്ക് ആരോടും പ്രത്യേകിച്ചൊരു വളരെ വെറുപ്പോ അല്ലെങ്കിൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റോ ഇല്ലാണ്ടോ നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കും. നമ്മൾ അതിനോടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ ഉണ്ട്, അറ്റാച്ച്മെൻറ്റ്. വെറുപ്പും ഒരു തരത്തിലുള്ള അട്രാക്ഷനാണ്. ഇപ്പോൾ നമുക്കൊരാളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടമില്ലാത്ത ആൾ നമ്മുടെ മനസ്സിലിങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റാണ്. അത് രണ്ടും അറ്റാച്ച്മെൻറ്റാണ്. ഇഷ്ടമില്ലാത്ത ഇപ്പോൾ അസുഖം വരുമ്പോൾ നമുക്ക് ടെൻഷനാണ്. അസുഖം മാറും. വേറെ ഒന്നുമില്ല. എൻ്റെ കയ്യിലൊരു മുറി വന്നു വിചാരിക്കുക, ചിലപ്പം ലോകമഹായുദ്ധം നടക്കുന്നുണ്ടാവും, ഒരു പ്രശ്നമില്ല, ഈ മുറി ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മതിയെന്നോ നമുക്ക്, അല്ലേ? കാരണം നമ്മൾ അത്രയും ഫോക്കസാണ് നമ്മുടെ ശരീരത്തിൽ. ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ വന്നിട്ട് അവർ വിഷമം വരും, നമുക്ക് കേൾക്കാൻ വയ്യ, എന്തെങ്കിലും മിണ്ടാണ്ട് എൻ്റെ വേദന സഹിക്കാൻ വയ്യ. നമ്മുടെ ശരീരത്തിന് അത്ര അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ ചെറിയ വസ്തുക്കൾ, നമ്മുടെ അറ്റാച്ച്മെൻറ്റ് കാരണം നമ്മൾ വലിയ കാര്യങ്ങൾ മിസ്സാക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഡിറ്റാച്ച്മെൻറ്റ് എങ്ങനെയാണ് വരിക? നമ്മൾ ഇതിനോട് വൈരാഗ്യം എന്ന് പറയും. വൈരാഗ്യം വരുന്നത് ശരിയായിട്ടുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ വൈരാഗ്യം വരൂ, അല്ലെങ്കിൽ വൈരാഗ്യം വരില്ല. ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ഇപ്പോൾ എനിക്ക് വീട്ടിലത്തെ ഉത്തരവാദിത്തങ്ങളൊന്നും ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഒളിച്ചോടി കഴിഞ്ഞാൽ വൈരാഗ്യം വരുമോ? എവിടെ പോയിരുന്നാലും മനസ്സിൽ ആലോചിച്ചുകൊണ്ട് പക്ഷേ വീട്ടിൽ കുട്ടികളെന്താ ചെയ്യുക, അവരെന്താ ചെയ്യുക, ഇങ്ങനെ വിഷമമായിരിക്കും. അപ്പോൾ മനസ്സിലാണ് പ്രശ്നങ്ങളുള്ളത്, പുറത്തല്ല. പുറത്ത് നമുക്ക് വിട്ടുപോയതേ തോന്നും, പക്ഷേ മനസ്സിലത് അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ശരിയായിട്ടുള്ള അറിവ് കിട്ടിയാൽ മാത്രമേ നമുക്കതിനെ മറികടക്കാൻ സാധിക്കൂ. നമുക്ക് ഭയമില്ലാതെ വിട്ടുപോകാൻ പറ്റണം. ഒരിക്കലും നീ തിരിച്ചു വരില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിപ്പിച്ചു വരിക ടീച്ചർ. പിറ്റേത് ഇത് ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറയും കുട്ടിക്ക് ക്ലാസ്സിൽ പോകാൻ പേടിയാണ്. അപ്പോൾ പേരൻസ് ചോദിക്കും എന്തിനാണ് പേടിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താ പറയുക, കുട്ടീനെ ആദ്യം കൈ ഉയർത്തി പറയും എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ പറയും, പേടി പോയി. ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ. നമ്മൾ ശരിക്കൊരു കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനോട് പേടിയില്ലാണ്ടാവും, അതിനോട് അറ്റാച്ച്മെൻറ്റ് ഇല്ലാണ്ടായിട്ട് മാറും. അപ്പോൾ അതിനെ നമ്മൾ ശരിയായിട്ടുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കണമെന്നാണ് നമ്മുടെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ ശരീരത്തിലൂടെയുള്ള ഡ്യൂട്ടി നമ്മൾ മനസ്സിലാക്കണം, നമ്മളതിനെ നിറവേറ്റണം ശരിക്കും. ഇപ്പോൾ സമയത്തിനും കാലത്തിനും ഭക്ഷണം കഴിക്കുക, വേണ്ട രീതിയിൽ എക്സസൈസ് ചെയ്യുക, ശരീരത്തിനുള്ള ഡ്യൂട്ടി നിർവഹിച്ചു പോകണം. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ആ ബോഡിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കുറ്റബോധം ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ നമുക്ക് ദോഷം അന്ന് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രശ്നം ഇല്ലാവായിരുന്നു, ഒരു കുറ്റബോധം വന്നു. മറ്റു കുറ്റബോധമില്ല, ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഞാൻ അനുഭവിക്കും, അത് സാരമില്ല, അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഫാമിലിയിൽ കുട്ടീനെ നോക്കി, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നോക്കി, അച്ഛനെ നോക്കി, അമ്മേനെ നോക്കി, അവർ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ടു. അതിനുശേഷം അവർ
ലോകം വിട്ടു പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ ഞാൻ എൻ്റെ സൈഡ് നന്നായിട്ട് ചെയ്തു, ഉത്തരവാദിത്വ ബോധം, അപ്പോൾ എനിക്കതിനെ വിടാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യത്തിന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് സന്തോഷത്തോടു കൂടി വിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് ഉത്തരവാദിത്വം ശരിക്കും നിറവേറ്റണം. അതാണ് ധർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തർക്കും ഒരു ധർമ്മമുണ്ട്. എനിക്ക് എൻ്റെ ധർമ്മമുണ്ട്, എൻ്റെ പുത്രൻ്റെ ധർമ്മമുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ ധർമ്മമുണ്ട്, അച്ഛൻ്റെ ധർമ്മമുണ്ട്, ഡോക്ടർ എന്നുള്ള ധർമ്മമുണ്ട്. ഈ ധർമ്മങ്ങൾ ഞാൻ എല്ലാം ഒരുമിച്ച് കൊണ്ട് നടക്കും. ഇപ്പോൾ ഡോക്ടറായിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ അച്ഛൻ എന്നുള്ള പ്രവൃത്തി ഞാൻ മറക്കാൻ പാടില്ല. നമ്മൾ പലപ്പോഴും മറക്കുന്നു. ജോലിക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നു, വീട്ടിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മളൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡോക്ടർ പേഷ്യൻറ്റിനെ നോക്കുക. അപ്പോൾ പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പേഷ്യൻറ്റിനോട് കുഴപ്പമൊന്നുമില്ല എന്ന്. ആ പേഷ്യൻറ്റ് തിരിച്ചു വന്നിട്ട് ഡോക്ടറോട് ചോദിച്ചു, എന്തെങ്കിലും ശരിക്കും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, നിങ്ങളെന്തോ എന്നെ മറച്ചു വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞോളൂ. ഇയാൾക്ക് സമാധാനമില്ല. പുള്ളി വേറെ ഡോക്ടറെ അടുത്ത് പോയി. ഒരു ഡോക്ടറോടും പരിശോധിക്കാൻ പറ്റും. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല എന്ന്. അപ്പോൾ ഇയാൾ നിങ്ങൾ രണ്ടുപേരും എൻ്റെ നിന്ന് മറച്ചു വയ്ക്കുകയാണ്. അയാൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പ്രശ്നമില്ല എന്ന് പറയാനായിട്ട്. അപ്പോൾ തിരിച്ച് പഴയ ഡോക്ടറെ തന്നെ പോകും. എന്നിട്ട് പറയും, നിങ്ങളെന്തോ മറച്ചു വയ്ക്കണം, എന്താണ് പ്രശ്നം? അപ്പോൾ ഈ ഡോക്ടർ ചോദിച്ചാൽ എന്താ അങ്ങനെ തോന്നാൻ കാരണം? അപ്പോൾ നിങ്ങളെൻ്റെ പരിശോധിക്കുമ്പോൾ പൾസ് നോക്കുമ്പോൾ നിങ്ങളിങ്ങനെ തലയാട്ടി നോ 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 ആക്കി. പിന്നെ BP നോക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണിച്ചു. അപ്പോൾ എന്തോ സീരിയസ് പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ കാണിക്കുന്നു. അപ്പോൾ ഈ ഡോക്ടർ അന്നത്തെ ദിവസം ആലോചിച്ച് നോക്കുകയാണ്. അന്ന് വീട്ടിൽ മകനും പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ ദിവസമായിരുന്നു. അപ്പോൾ ഡോക്ടർ മകനെ ചീത്ത പറഞ്ഞിട്ടാണ് ജോലിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു നോ 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 എന്ന് പറയുമ്പോൾ മോനാടാണ് നോ നോ പറയുന്നത്. പേഷ്യനെ നോക്കുന്നെങ്കിലും നോ 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 നമ്മൾ ഈ മോനാടാ പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഡ്യൂട്ടി മനസ്സിലായി മറന്നുപോയി, കാരണം നമ്മുടെ മനസ്സ് അവിടെയാണ്. തിരിച്ചോ, ജോലി സ്ഥലത്തുനിന്ന് വീട്ടിലേക്ക് വരുന്ന ഒരു അമ്മയുടെ കഥ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. അമ്മ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ കുട്ടി ഓടി വരികയാണ്, അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അമ്മ പറയും, നീ ഒന്നും മിണ്ടാണ്ടിരിക്കുക, എനിക്ക് തിരക്ക്, ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മോൻ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ക്ഷീണമൊക്കെ മാറിയിട്ട് മോനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുക. അപ്പോൾ മോൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഭക്ഷണം വേണ്ട, എനിക്ക് വിശക്കില്ല പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ഓർമ്മ വന്നു, ഞാൻ എന്തോ വിഷമിപ്പിച്ചു അവനെ. എന്നിട്ട് അമ്മ മോനോട് ചോദിക്കുകയാണ്, എന്താ നിനക്ക് വിഷമം ഉണ്ടായത്, എന്താ എന്നോട് പറയാണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ കുറേ ചോദിച്ചു. മോൻ പറഞ്ഞു, ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു, അവൻ എനിക്ക് 2 ചോക്ലേറ്റ് തന്നു. എല്ലാവർക്കും ഒരു ചോക്ലേറ്റ് കൊടുത്തുള്ളൂ, എനിക്ക് 2 ചോക്ലേറ്റ് തന്നു. ഒരെണ്ണം ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് പറയാനാണ് ഇവൻ ഓടി വന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിസ്സാര കാര്യമാണെങ്കിലും അമ്മയുടെ ജോലി കാരണം ഇനി അതാ അമ്മ കുട്ടിയോട് ചോദിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ഡ്യൂട്ടി. അപ്പോൾ നമുക്കൊരു ഡ്യൂട്ടി പൂർണ്ണമായിട്ട് നിർവഹിക്കാതെ വീട്ടിലേക്ക് വരുന്നതുകൊണ്ടാണ് അതിനെപ്പറ്റി പ്രശ്നം അലട്ടുന്നത്. നേരെ മറിച്ച് 100% അതിൽ ഇൻവോൾവ് ചെയ്തിരുന്നെങ്കിൽ വീട്ടിലേക്ക് ജോലി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിലേക്ക് ജോലി കൊണ്ടുവരുന്നു, ജോലീനെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു കൺഫ്യൂഷൻ. ഇതാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ എങ്ങനെയാണ് ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായിട്ട് നിർവഹിക്കുക? നമുക്ക് അവിടെ കമ്മിറ്റ്മെൻറ്റ് വേണം, അൺഅറ്റാച്ച്ഡ് ആവണം. അവിടെ അറ്റാച്ച്മെൻറ്റ് പാടില്ല. നമ്മൾ നമ്മുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അതാണ് ഈഗോൻ്റെ പ്രവർത്തനം. ഞാനൊരു പ്രവൃത്തി നിർവഹിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ചെയ്യും എന്നുള്ളത് മാത്രമാണ് എൻ്റെ ടാർഗറ്റ്. ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കും. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യും. ഞാൻ എൻ്റെ ജോലിയെ സ്നേഹിക്കുന്നു. സ്നേഹമാണ് അടിസ്ഥാനം, കമ്മിറ്റ്മെൻറ്റാണ് അടിസ്ഥാനം. മനസ്സിലായില്ലേ? അപ്പോൾ റിസൾട്ടെല്ലാം നോക്കുക. ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഇത്ര സമ്പാദിച്ചു. ഇപ്പോൾ ഒരാൾ ഒരു ജോലി ചെയ്ത് 10,000 റുപ്യ ഉണ്ടാക്കി, ഒരാൾ ജോലി ചെയ്ത് 100 റുപ്യ ഉണ്ടാക്കി. ഏതാ കൂടുതൽ ലാഭം? നമ്മളൊരു 10,000 ഉണ്ടാക്കിയ ആൾ സക്സസ്ഫുള്ളാണ്, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. 100 റുപ്യ ചെയ്ത ആൾ ചിലപ്പോൾ അത്രയും കമ്മിറ്റ്മെൻറ്റോടുകൂടി ചെയ്തതായിരിക്കും. അയാളുടെ ജോലിയാണ് കംപ്ലീറ്റ് ആയിട്ട് ജോലി. ശരിയല്ലേ? അപ്പോൾ അതാണ് യോഗം എന്ന് പറയുന്നത്. നമ്മൾ പുറത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ ആന്തരികമായിട്ട് കറക്ഷൻ, അതാണ് ഈഗോനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സെൽഫ് കറക്ഷന് വേണ്ടിയിട്ടാണ്. ഇത് തിരിച്ചറിയുന്ന ഒരാൾ സ്പിരിച്വലാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മൾ ഓരോ ഘട്ടത്തിലും കടന്നു പോയത് ഞാൻ എൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടി ചിന്തിക്കും. എൻ്റെ ഹയസ്റ്റ് ലെവലിനെ പറ്റി എനിക്ക് ബോധം വരുന്നു. ഏറ്റവും ഉയർന്ന തലത്തിൽ ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക, ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സമൂഹം ഇരിക്കുകയാണ്, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. എല്ലാവരോടും ഞാൻ തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്യാൻ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ, ഈശ്വരന് മാത്രമേ പറ്റുള്ളൂ, അല്ലേ? എല്ലാവരെയും സ്നേഹിക്കും. നമ്മൾ പറയുന്നത് ഗോഡ് ഇസ് ലവ് എന്നാണ് പറയുന്നത്. എല്ലാവരെയും സ്നേഹിക്കുന്നു. പ്രത്യക്ഷത്തിൽ തോന്നും ഈശ്വരൻ രാക്ഷസന്മാരെ ശിക്ഷിക്കുന്നല്ല, അവർക്കതാ വേണ്ടത്. ഇപ്പോൾ ഒരു കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ അവന് പുസ്തകം വാങ്ങിക്കൊടുക്കും, ഒരു കുട്ടി കളിക്കുന്നുണ്ടെങ്കിൽ അവന് കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കും, ഒരു കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശിക്ഷിച്ചു എന്ന് വരും. അത് സ്നേഹം കൊണ്ടാണ്. അപ്പോൾ ശരിക്കുള്ള ലെവലിലൊരു
പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡിവൈൻ ലെവലിലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഞാനെന്നുള്ള ഭാവത്തിന് ടാർഗറ്റ് മാറുകയാണ്. ഞാൻ താഴേക്ക് നോക്കുന്നത് നിൽക്കുകയാണ്, ഞാൻ ഇവിടെ റിസൾട്ട്സിന് നോക്കുന്നത് നിൽക്കുകയാണ്, ഞാൻ ഇവിടെ വിജയങ്ങൾക്ക് വേണ്ടി നോക്കുന്നില്ല. എൻ്റെ വിജയം എന്താണ്? എനിക്ക് ആ ലെവൽ വരെ എത്തണം. അപ്പോൾ എൻ്റെ ദ്വന്ദ്വം എന്ന് പറയും, നമ്മുടെ ഇപ്പോഴത്തെ ദ്വന്ദ്വം എന്താണ്? ഞാനും എൻ്റെ സാധനങ്ങളും, ഐ ആൻഡ് മൈൻ. ഇതെൻ്റെ വീടാണ്, ഇതെൻ്റെ കാറാണ്, ഇതെൻ്റെ കുട്ടിയാണ്. അപ്പോൾ അവർ നമ്മളെ വിട്ടുപോകുമ്പോൾ നമുക്ക് വിഷമാവുകയാണ്, ദേഷ്യം വരികയാണ്. ചിലപ്പോൾ നമ്മളോട് ഇത്രയും സ്നേഹമുള്ളൊരു ഫ്രണ്ട് ഒരു ദിവസം മിണ്ടാണ്ടേ പിന്നെ അയാൾ ആജന്മ ശത്രുവും ഇല്ലേ, സ്നേഹം പെട്ടെന്ന് വെറുപ്പായിട്ട് മാറും. അതാണ് ലോകത്തിനോട് ദ്വന്ദ്വം. ഇത് മാറിയിട്ട് ഞാനും എൻ്റെ ഹയ്യസ്റ്റ് ലെവൽ എന്നുള്ള ദ്വന്ദ്വം വരാൻ തുടങ്ങും. ഞാൻ പാസ് ചെയ്യുന്ന ഫേസിൽ ഞാൻ ബെറ്ററായിട്ട് വരുന്നുണ്ടോ? അപ്പോൾ ഞാനും അദ്ദേഹവും, ഐ ആൻഡ് ദൗ, ഞാനും ഡിവിനിറ്റിയും, നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നു, അത്രേ ഉള്ളൂ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളുണ്ടോ നമുക്കറിയില്ല, പക്ഷേ അതുപോലെ എനിക്ക് ആവണം. ആ ഒരു ദ്വന്ദ്വം നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് നമ്മൾ മനോമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാവുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം ഇവിടെയാണ്. എൻ്റെ ഉള്ളിൽ ഉദാരത, സ്നേഹം, സെൽഫ്നെസ്സസ് ഇതൊക്കെ ഇവിടെ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ട്രാൻസിഷൻ സംഭവിക്കണം. മനസ്സിലായില്ലേ? ഞാനിവിടെ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ പൂർണ്ണ സ്നേഹത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ സ്നേഹമായി മാറുകയാണ്. എല്ലാ സ്ഥലത്തും ഒരേപോലെ പെരുമാറുന്ന ഒരാളായിട്ട് മാറുകയാണ്. അങ്ങനെ ഒരാൾക്ക് ഈ ഒരു കവാടം കടന്നിട്ട് ഡിവൈൻ സാമ്രാജ്യം, കാരണം അവിടെ നമുക്ക് സെപ്പറേഷൻ പറ്റില്ല. എനിക്ക് മോക്ഷം വേണം, എനിക്ക് സ്വർഗ്ഗരാജ്യത്തിൽ ഇവിടെ തന്നെ രണ്ടാളോടെ സംസാരിക്കുന്നുള്ളൂ. എങ്ങനെ അവിടെ പോയിട്ട് ഇരിക്കാൻ പറ്റും? ഈശ്വരൻ്റെ സാമ്രാജ്യത്തിൽ പോയി ഇരിക്കാൻ പറ്റും? ഇവിടെ ആകെ 2 ഫ്രണ്ടേ ഉള്ളൂ. അവിടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ ബെറ്റർമെൻറ്റ്, നമ്മുടെ നന്മ അവിടെയാണ്. അത് ട്രാൻസിഷൻ പോയിൻ്റാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നസ് സംഭവിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ്. സ്നേഹത്തിൻ്റെ എക്സ്പാൻഷനാണ് എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നസ്. ഹ്യൂമിലിറ്റി, വിനയം, കാരണം ഞാൻ എന്ത് ചെയ്താലും അതുപോലെ ആവില്ല എന്നുള്ളൊരു വിനയം. ഞാൻ എത്ര ചെയ്താലും ഈശ്വരൻ ചെയ്യുന്ന പോലെ ആവില്ല. അപ്പോൾ ആ വിനയബോധം എൻ്റെ ഉള്ളിലുണ്ടാവും. എന്നാൽ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. കാരണം എന്താണ്? ഞാൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ, അദ്ദേഹം എന്നെ സഹായിക്കും, ആ ശക്തി എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ കൂടിയിട്ടാണൊരു യാത്ര. ഇപ്പോൾ ഹ്യൂമിലിറ്റിയും കറേജും എക്സ്പാൻഷനും എല്ലാം കൂടി ഒന്നിച്ചിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ അതിന് തയ്യാറാവലാണ് നമ്മളിപ്പോൾ ഇനി അങ്ങോട്ട് ഹൃദയമണ്ഡലം നമ്മൾ കടന്ന് മനോമണ്ഡലത്തിലേക്ക് കടന്ന്. അപ്പോൾ നമ്മുടെ സഹജമാർഗത്തിൽ ഈ ആജ്ഞാചക്രത്തിൽ നമ്മൾ നിൽക്കില്ല. നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് 6ാമത്തെ കഴിഞ്ഞ് 7ാമത്തെ പോയിന്റിലേക്ക്. 7ാമത്തെ പോയിൻ്റാണ് ബ്രഹ്മാണ്ഡ മണ്ഡലത്തിലേക്കുള്ള ആ ഒരു പ്രവേശനം. അതായത് നമ്മുടെ ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും സൂക്ഷ്മ രൂപത്തിൽ നടക്കുകയാണ് ബ്രഹ്മാണ്ഡ മണ്ഡലം. സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയാൽ അറിയാം. നമ്മളിപ്പോൾ ഉണർന്നു വരുമ്പോൾ നമുക്ക് ഒരുപാട് ചിന്തകളുണ്ടാവും ഇല്ലേ മനസ്സിൽ. ആ ചിന്തകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ചിന്തയെ നമ്മൾ ഉപയോഗിക്കുള്ളൂ ഒരു സമയത്ത്. പോസിബിലിറ്റീസ് കുറേ ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഈ സമയത്ത് എന്ത് വേണമെങ്കിൽ ആവാം. എനിക്ക് വേണമെങ്കിൽ രാജാവാം, വേണമെങ്കിൽ ധർമ്മക്കാരനാവാം, എനിക്ക് വേണമെങ്കിൽ പോയിട്ട് പ്രസംഗിക്കാം. ഇതൊന്നും ചെയ്യാണ്ട് ഞാൻ ഒരു ചിന്തയിൽ മാത്രം. നമുക്ക് രാവിലെ ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. സിനിമയ്ക്ക് പോവാം, സർക്കസിന് പോവാം, അവസാനം ഒന്നല്ലേ നടപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ബ്രഹ്മാണ്ഡ മണ്ഡലം ഹാർട്ട് റീജിയൻ നമ്മൾ വ്യത്യാസം. കുറേ സാധ്യതകളെ കൊളാപ്സ് ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് വരുന്നതാണ് ജാഗ്രത അവസ്ഥ. സാധ്യതകളുടെ ലോകമാണ് ബ്രഹ്മാണ്ഡ മണ്ഡലം. സീഡ്സ് ഫോംസ്, വിരാട സ്വരൂപം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ കണ്ടതും കാണാൻ ആഗ്രഹിക്കുന്നതും എല്ലാം ഞാൻ കാണിച്ചു തരാമെന്നാണ്. ഭഗവത്ഗീത വായിച്ചാലേ സാധ്യതകളുടെ ലോകം. അപ്പോൾ ആ സാധ്യതകളുടെ ലോകത്തിലേക്ക് എത്തുമ്പോൾ കൺഫ്യൂഷനോടെ പോകാൻ പറ്റില്ല. നമ്മൾ ഈ സാധ്യതകളുടെ ഇടയിലൂടെ നമ്മുടെ ശരിക്കുള്ള ലക്ഷ്യത്തിലേക്ക് പോകാൻ പഠിക്കണം. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ യാത്രയുടെ അടുത്ത സ്റ്റെപ്പ്. ക്ലിയറാണ് ഞാൻ പറയുന്നത്? ക്ലിയറാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യണം. ക്വാളിറ്റീസാണ് നമ്മുടെ പ്രോഗ്രസ്, വേറൊരു പ്രോഗ്രസ്സും ഇല്ല. നമ്മുടെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രാക്ടിക്കൽ സെഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ എയർ ചക്രയിൽ എത്തിയിരുന്നു. ഓരോ ചക്രങ്ങളും ഒരു ക്ലോക്ക് പോലെയാണ് എടുക്കുന്നത് അപ്പോഴത്തേക്ക് പറഞ്ഞത്. അപ്പോൾ അതിൽ ഓരോ ചക്രത്തിലും മറ്റുള്ള 4 എലിമെൻറ്റ്സ്, 5 എലിമെൻറ്റ്സ് ഉണ്ട് ഓരോ ചക്രത്തിനും. അപ്പോൾ ഇത് എയർ ചക്രമാണ്. കഴുത്തിൻ്റെ ലോവർ പാർട്ടിലാണ് എയർ ചക്രം, വായുചക്രം. വായുചക്രത്തിൻ്റെ സെൻറ്ററിൽ എയർ എലിമെൻറ്റാണ്. വായുചക്രത്തിൻ്റെ 12 o'clock പൊസിഷനിൽ എർത്ത് എലിമെൻറ്റാണ്. വായുചക്രത്തിൻ്റെ 6 o'clock പൊസിഷനിൽ 3 o'clock പൊസിഷനിൽ വരുന്നത് ഈതർ എലിമെൻറ്റാണ്. വായുചക്രത്തിൻ്റെ 12 o'clock പൊസിഷനിൽ വരുന്നത് ഫയർ എലിമെൻറ്റാണ്. വായുചക്രത്തിൻ്റെ 9 o'clock പൊസിഷനിൽ വാട്ടർ എലിമെൻറ്റാണ്. അപ്പോൾ അങ്ങനെയാണ് വായുചക്രത്തിൻ്റെ ഇത്. ആ വായുചക്രത്തിൽ നമ്മൾ 6th പോയിന്റിലേക്ക് പോവുകയാണ്. 6th പോയിൻ്റ് സ്വഭാവം എന്ന് പറഞ്ഞാൽ എർത്ത് പോയിൻറ്റിന് അതേ സ്വഭാവമാണ്. എർത്ത് പോയിൻറ്റിൽ സെൻറ്ററിലാണ് എർത്ത് എലിമെൻ്റ് ഉള്ളത്. 6th പോയിൻറ്റിലും സെൻറ്ററിൽ എർത്ത് എലിമെൻ്റ് ഉണ്ട്.
ഭൂമിയുടെ എലിമെൻറ്റിന് കുറച്ചും കൂടി സൂക്ഷ്മഭാവത്തിലാണ്. എല്ലാത്തിൻ്റെയും സ്വഭാവം മാത്രമേ ഉള്ളൂ. ഭൂമി ഇല്ല അവിടെ. പക്ഷേ ഭൂമിയുടെ ക്വാളിറ്റീസിൻ്റെ തുടക്കം അവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലാണ് എർത്ത് എലിമെൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് വായു ചക്രത്തിൽ നിന്ന് 6th പോയിൻറ്റിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, അതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അടുത്ത സെക്ഷൻ ആകുമ്പോൾ 6th പോയിൻറ്റിൻ്റെ മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. നമ്മൾ ധ്യാനം ആരംഭിക്കുന്നത് ഫസ്റ്റ് പോയിൻറ്റിലാണ്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ലോവർ പാർട്ട്, നമ്മൾ നിപ്പിളിൻ്റെ താഴെയാണ്, ഒരു കുറച്ച് ഫിംഗേഴ്സ് താഴെയാണ് ഈ ഫസ്റ്റ് പോയിൻ്റ്. അവിടെയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. ഇനി ശ്രദ്ധ 5th പോയിൻറ്റിലേക്ക് കൊണ്ടുവരൂ. 5th പോയിൻ്റ് എന്ന് പറയുമ്പോൾ കഴുത്തിൻ്റെ ലോവർ പാർട്ടാണ്, വായുചക്രം. വായുചക്രത്തിൻ്റെ ശുദ്ധീകരണമാണ് ആദ്യം. അപ്പം ആദ്യം വായുചക്രം, അതിൻ്റെ എയർ എലിമെൻറ്റ് സെൻറ്ററിലാണുള്ളത്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഇനി ശ്രദ്ധ എർത്ത് പോയിൻറ്റിലേക്ക് കൊണ്ടുവരൂ. എർത്ത് പോയിൻറ്റ് ഫസ്റ്റ് പോയിൻറ്റ് ചെസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ലോവർ പാർട്ട്, അവിടെ എയർ എലിമെൻറ്റ് 9 o'clock പൊസിഷനിലാണ്. 9 o'clock പൊസിഷനിൽ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഇനി സെക്കൻഡ് പോയിൻറ്റിലേക്ക് വരൂ. സെക്കൻഡ് പോയിൻ്റ് ആത്മാ പോയിൻ്റാണ്. അവിടെ 6 o'clock പൊസിഷനിലാണ് അവിടെ എയർ എലിമെൻറ്റ്. 6 o'clock പൊസിഷനിൽ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഇനി തേർഡ് പോയിൻറ്റിലേക്ക് വരൂ. തേർഡ് പോയിൻ്റ് ഫയർ എലിമെൻറ്റ്, അഗ്നിചക്ര. അത് ലെഫ്റ്റ് സൈഡ് ഓഫ് ചെസ്റ്റിൻ്റെ അപ്പർ പാർട്ടിലാണ്. അവിടെ 3 o'clock പൊസിഷനിലാണ് എയർ എലിമെൻറ്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും.
ഇനി ഫോർത്ത് പോയിന്റിലേക്ക് വരൂ. ഫോർത്ത് പോയിന്റ് ജലചക്രം, വാട്ടർ പോയിൻ്റാണ്. അത് റൈറ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് അപ്പർ പാർട്ടിലാണ്. അവിടെ 12 o'clock പൊസിഷനിലാണ് എയർ എലിമെൻറ്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ശുദ്ധീകരണം കംപ്ലീറ്റ് ആയി. ഇനി ഫിഫ്ത്ത് പോയിന്റിലേക്ക് തിരിച്ചു വരൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഹൃദയമണ്ഡലത്തിൽ നിന്നും മനോമണ്ഡലത്തിലേക്കുള്ള ട്രാൻസിഷനാണ്. ഫിഫ്ത്ത് പോയിന്റ് സിക്സ്ത് പോയിന്റിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധ തിരിക്കുകയാണ്. ഫിഫ്ത്ത് പോയിൻറ്റിൻ്റെ 12 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻറ്റ്. ഫിഫ്ത്ത് പോയിൻറ്റ് നെക്കിൻ്റെ ലോവർ പാർട്ട്, അതിൻ്റെ 12 o'clock പൊസിഷനാണ് എർത്ത് എലിമെൻറ്റ്. സിക്സ്ത് പോയിൻറ്റ് നമ്മുടെ രണ്ട് പുരികങ്ങളുടെയും നടുവിൽ കുറച്ച് മുകളിലായിട്ടാണ് സിക്സ്ത് പോയിൻറ്റ്. പൊട്ടൊക്കെ തൊടുന്ന ആ സ്ഥലം, അവിടെ എർത്ത് എലിമെൻറ്റ് സെൻറ്ററിലാണുള്ളത്. ഹൃദയമണ്ഡലത്തിൽ ഉള്ള യാത്രയിലൂടെ ആർജിച്ചിട്ടുള്ള സംതൃപ്തി, കണ്ടെയ്ൻമെൻറ്റ്, കാംനെസ്, പീസ് ഓഫ് മൈൻഡ്, സ്നേഹം, ലവ്, കറേജ്, ആത്മധൈര്യം, അതിലൂടെ ഫിഫ്ത്ത് പോയിന്റിലേക്ക് വന്ന് വിവേകബോധം, ഡിസേൺമെൻറ്റ്, അത് നമ്മുടെ സ്വഭാവ ഗുണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശ്രദ്ധ സിക്സ്ത് പോയിൻറ്റിൻ്റെ സെൻറ്ററിലേക്ക് നീങ്ങുന്നതായി അനുഭവിക്കും. ഫിഫ്ത്ത് പോയിൻറ്റിൽ നിന്നും, ഫിഫ്ത്ത് പോയിൻറ്റ് 12 o'clock പൊസിഷനിൽ നിന്നും സിക്സ്ത് പോയിൻ്റ് സെൻറ്ററിലേക്ക് നമ്മൾ നീങ്ങുന്നതായി, ശ്രദ്ധ നീങ്ങുന്നതായി സങ്കല്പിച്ച് കുറച്ചു നേരം ധ്യാനത്തിലിരിക്കും. ഓക്കെ, മാസ്റ്ററുടെ അനുഗ്രഹത്താൽ ലഭിച്ചിട്ടുള്ള ഈ ക്വാളിറ്റീസ് അത് മാസ്റ്ററുടെ സേവനത്തിന് തന്നെയായി ഉപയോഗിക്കും എന്നുള്ള ആ ഒരു സങ്കല്പത്തോടെ കണ്ണുകൾ തുറക്കും.